ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ നടക്കുന്ന ബാംഗ്ലൂരിൽ നടക്കുന്ന ഉണർവ് റിവൈവൽ മീറ്റിങ്ങിനെ ഞാനും അത് ലൈവ് ഒന്ന് കാണുവാനിടയായി. ചില ക്ലിപ്പിങ്സ് മാത്രമല്ല, 1-2 ദിവസം ഞാനത് മെനക്കെട്ടിരുന്ന് നല്ലതുപോലെ ശ്രദ്ധയോടെ അത് കേൾക്കുവാനും കാണുവാനൊക്കെ ഇടയായി. എനിക്കവിടെ മനസ്സിലായൊരു വിഷയം, പല വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം, അവിടെ തിരുവചന വ്യാഖ്യാനം ഇല്ല. പ്രസംഗമുണ്ട്, സൂക്ഷിച്ച് കേൾക്കണം, പ്രസംഗമുണ്ട്, എന്നാൽ തിരുവചന വ്യാഖ്യാനിച്ച് പ്രസംഗമില്ല. തിരുവചനത്തെ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കേണ്ട ആവശ്യം എന്തുകൊണ്ടാണ്? അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഉണർവ് എന്ന് പറയുന്ന കാര്യം, അതിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, അത് തുടങ്ങുന്നത് കർത്താവാണ്. അത് ദൈവത്തിൻ്റെ പർപ്പസ്, ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ആ പദ്ധതികളെ ഭൂമിയിൽ തൻ്റെ ജനത്തിനോടുകൂടെ അല്ലെങ്കിൽ ജനത്തിൻ്റെ ഇടയിൽ കർത്താവിൻ്റെ ആ ഇഷ്ടത്തെ, കർത്താവിൻ്റെ ആ പർപ്പസസിനെ നിറവേറ്റാൻ വേണ്ടി കർത്താവ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ കർത്താവ് ഉണർവിനെ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മെത്തേഡ്, അതെങ്ങനാകണമെന്ന് മനുഷ്യരല്ല തീരുമാനിക്കുന്നത്, ദൈവമാണ്, കർത്താവാണ് തീരുമാനിക്കുന്നത്. ആ ഇനിഷ്യേറ്റ് ചെയ്ത ഉണർവിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ ഇനിഷ്യേറ്റ് ചെയ്ത ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം വ്യക്തികൾക്ക് വരണം. അല്ലാതെ ഉണർവ് നടന്നിട്ടൊരു കാര്യമില്ല. ഉണർവ് സംഭവിക്കുന്നത് തന്നെ, ദൈവം ഒരു വ്യക്തിയെ ഉണർത്തുന്നത് തന്നെ ദൈവത്തെക്കുറിച്ച് ആ വ്യക്തിക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. അവനെ ഉണർത്തി ദൈവം ആരാ എന്ന കാര്യം അവന് ബോധ്യമാകണം. അതുകൊണ്ടാണ് ഉണർത്തുന്നത്. അപ്പോൾ ഉണർവിൽ ഏറ്റവും കാതലായിരിക്കുന്നൊരു വിഷയമാണ് കർത്താവ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന തിരുവചനത്തിൻ്റെ അകത്ത് നിന്ന് ആ വചനങ്ങളെ എടുത്ത് ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ ഇഷ്ടമെന്താണെന്നും വ്യാഖ്യാനിച്ചു കൊടുക്കണം. ആ വ്യാഖ്യാനം ഇലക്ട്രോണിക് സിറ്റിയിൽ നടക്കുന്ന ഉണർവിൽ നടക്കുന്നില്ല എന്നുള്ളത് വളരെ അപകടകരമായിരിക്കുന്നൊരു വിഷയമാണ്. നമ്മൾ ചില എക്സ്പീരിയൻസസ് പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയരെ. മാനിഫെസ്റ്റേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൂപ്പർ നാച്ചുറൽ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഈ 2-3 ദിവസമായി ഞാൻ വീഡിയോസ് നോക്കുമ്പോൾ അവിടെ കൂടുതൽ ഒരു എക്സ്പീരിയൻസാണ് പറയുന്നത്. അവർ തന്നെ, ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം ലൈബിൽ കിടപ്പുണ്ട്. അവർ തന്നെ പറയുന്നത് ഇവിടെ കുറിവാക്യമില്ല, ഇവിടെ പ്രസംഗമില്ല എന്ന് അവർ തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവർ ഒരു കാര്യം മറന്നു പോകുന്നത്, ഉണർവിൽ നടക്കേണ്ട ഏറ്റവും കാതലായിരിക്കുന്ന വിഷയം തിരുവചന വ്യാഖ്യാനമാണ്. തിരുവചന വ്യാഖ്യാനമില്ലാത്ത ഒരു ഉണർവും അത് ദൈവം ഇനിഷ്യേറ്റ് ചെയ്ത ഉണർവല്ല. അപ്പോൾ ഒരു ചോദ്യം, ഇവരെല്ലാം പറയുന്നത് ഇത് കർത്താവിനാൽ തുടങ്ങിയതാണെന്നല്ലേ? അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് കർത്താവല്ല ഇത് തുടങ്ങിയെന്ന് എങ്ങനെയാണ് ഇത് സ്ഥാപിക്കുന്നത്? കർത്താവിനാൽ തുടങ്ങിയതാണെങ്കിൽ കർത്താവിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം ജനത്തിന് വരാൻ വേണ്ടി തിരുവചനം തുറന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കും. അത് സംഭവിക്കാത്തത് കൊണ്ടാണ് ഇറ്റ് ഈസ് നോട്ട് ഇനീഷ്യേറ്റഡ് ബൈ ഗോഡ് എന്ന് ഞാൻ പറയുന്നത്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരാം. നെഹമ്യാവിൻ്റെ പുസ്തകം, ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളുമൊക്കെ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കത് ബോധ്യം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പ്രവാസത്തിലേക്ക് പോയ യഹൂദന്മാർ മടങ്ങി വന്ന് അവർ നെഹമ്യാവിൻ്റെയും എസ്രയുടെയും ഇങ്ങനെയുള്ള ലീഡേഴ്സിൻ്റെ നേതൃത്വത്തിൽ ആലയവും മതിൽ പണിയുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്.
എന്നാൽ 8-ാം അധ്യായത്തിൽ, നെഹ്മ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു ഉണർവ് നടക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം വാക്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നെഹ്മ്യാവിൻ്റെ പുസ്തകത്തെ നമ്മൾ വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പം മതിൽ പണിയുന്ന ആ പണിയെക്കുറിച്ച് കൂടുതൽ പറയാറുണ്ട്. അതിൽ തെറ്റില്ല. പക്ഷേ 8-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ അവർ വേറൊരു കാര്യം കൂടെ അവർ പണിഞ്ഞു. ഞാൻ ആ വാക്യം വായിക്കാം ഇംഗ്ലീഷിൽ. എസ്ര ദ സ്ക്രൈബ് stood at a wooden podium which they had made for the purpose. ഈ ആവശ്യത്തിന് ഉണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗപീഠത്തിൽ എസ്രാ ശാസ്ത്രി കയറി നിന്നു. അപ്പോൾ മതിൽ മാത്രമല്ല അവർ പണിതത്, അവർ പണിത അതിനേക്കാൾ വലിയൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതിതാണ് പ്രസംഗപീഠം. അവിടെ കൊടുത്തിരിക്കുന്ന പദം കണ്ടോ? ഈ ആവശ്യത്തിന് ഉണ്ടാക്കിയിരുന്ന. ഏതാവശ്യത്തിന്? അതിൻ്റെ 2-3 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അവിടെ അവർ ചെയ്യാൻ പോകുന്നത്. എസ്ര ദ പ്രീസ്റ്റ് ബ്രോട്ട് ദ ലോ. എസ്ര ശാസ്ത്രി എന്താ ചെയ്തു? ന്യായപ്രമാണം കൊണ്ടുവന്നു. അപ്പം ന്യായപ്രമാണം കൊണ്ടുവന്നു. അപ്പോൾ ആ ന്യായപ്രമാണത്തിൽ നിന്ന് ജനത്തിന്, അല്ലെങ്കിൽ ന്യായപ്രമാണം ജനത്തിന് പറഞ്ഞു കൊടുക്കാൻ, ആ ഒരു ആവശ്യത്തിന് വേണ്ടി അവർ പ്രസംഗപീഠം പണിതു. ദേ ബിൽഡ് ദി പോഡിയം ടു പ്രീച്ച്, ടു എക്സ്പോസിറ്റ്, ടു എക്സ്പ്ലെയിൻ, ടു സ്പീക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഏതൊരു ഉണർവിലും, ദൈവമൈക്കുന്ന ഉണർവിൽ നടക്കുന്നൊരു വിഷയമാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ 4-ാമത്തെ വാക്യത്തിൽ എസ്ര ദ സ്ക്രൈബ് സ്റ്റുഡ് അറ്റ് എ വുഡൻ പോഡിയം വിച്ച് ദേ മെയ്ഡ് ഫോർ ദ പർപ്പസ്. എന്നിട്ട് 5-ാമത്തെ വാക്യം, എസ്ര ഓപ്പൺഡ് ദ ബുക്ക് ഇൻ ദ സൈറ്റ് ഓഫ് ഓൾ ദ പീപ്പിൾ ഫോർ ഹി വാസ് സ്റ്റാൻഡിങ് അബവ് ഓൾ ദ പീപ്പിൾ. 5-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, എസ്ര സകല ജനവും കാണുക പുസ്തകം വിടർത്തി അവൻ സകല ജനത്തിൽ നിന്നും മീതെ ആയിരുന്നു. അപ്പം ഉണർവിൽ തിരുവചനത്തിൻ്റെ പ്ലേസ് എവിടാണ്? ദൈവമൈക്കുന്ന ഉണർവിൽ തിരുവചനത്തിൻ്റെ പ്ലേസ് ഇറ്റ്സ് നോട്ട് ബാക്ക്, ഇറ്റ്സ് നോട്ട് ഡൗൺ, ഇറ്റ് ഈസ് ഓൺ ടോപ്പ്. സകല ജനത്തിൻ്റെ മീതെ പ്രസംഗിക്കുന്ന വ്യക്തിയുടെയും വന്നിരിക്കുന്ന വ്യക്തികളുടെയും മീതെയായിരിക്കും തിരുവചനം, വേർഡ് ഓഫ് ഗോഡ്. അപ്പം ഈ 2 കാര്യവും ബാംഗ്ലൂരിലുള്ള ഉണർവിൽ കാണാൻ എനിക്ക് കഴിയുന്നില്ല. അങ്ങനെ കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഒന്ന്, തിരുവചന വ്യാഖ്യാനം ജനത്തോട് ഇതാണ് ദൈവത്തിൻ്റെ ഹിതം, ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം, ഇങ്ങനെ നിങ്ങൾ ജീവിക്കണം എന്നെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വരും എന്നുള്ള ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച്, ദ ഹോളിനെസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നേച്ചറിനെ കുറിച്ച്, ദൈവത്തിൻ്റെ ആളത്വം, ദ പേഴ്സൺ ആൻഡ് ദ ക്യാരക്ടർ ആൻഡ് ദി ആട്രിബ്യൂട്ട്സ്, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഹോളിനെസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആ വിശുദ്ധി, ആ പരിശുദ്ധി. വിശുദ്ധിയല്ല, പരിശുദ്ധി. പരിശുദ്ധനാണ് നമ്മുടെ ദൈവം. അപ്പം സൂപ്പർലേറ്റീവായിട്ടാണ് ഹോളി 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 എന്നാണ് ആ ദൈവത്തെക്കുറിച്ച് ദൂതന്മാർ പാടിയത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ഹോളിനെസ്സിനെ പ്രീച്ച് ചെയ്ത് വ്യാഖ്യാനിച്ച് ജനത്തിന് കൊടുക്കണം. അതിൻ്റെ പ്ലേസ് എവിടെയാണ്? തിരുവചനത്തിൻ്റെ പ്ലേസ്, പൊസിഷൻ എല്ലാത്തിനും മീതെയാണ്. ദൈവത്തെക്കുറിച്ച് ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ മാത്രമേ
അവർക്ക് ഉണർവുണ്ടാകത്തുള്ളൂ. അല്ലാതെ കുറച്ച് ബഹളം വെക്കാൻ പറ്റും. പാട്ടൊക്കെ പാടുമ്പോൾ ഒരു നല്ലൊരു മ്യൂസിക്കാരനെ നമ്മൾ വിളിച്ച് ചെയ്തു കഴിഞ്ഞാൽ കരയാത്ത വ്യക്തിയും കരയും. കരയുന്നത് കൊണ്ടോ പാടുന്നത് കൊണ്ടോ മണിക്കൂറുകൾ നിൽക്കുന്നത് കൊണ്ടൊന്നും ഉണർവാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ കാതലായിരിക്കുന്നൊരു വിഷയം കാണുന്നില്ല, തിരുവചന വ്യാഖ്യാനം കാണുന്നില്ല. വീണ്ടും വീണ്ടും ഞാനത് അടിവരയിട്ട് ഞാൻ പറയാം. ഏതെങ്കിലും ഒരു ക്ലിപ്പ് നിങ്ങൾ എന്നെ ഒന്ന് കാണിക്കാമോ? തിരുവചനത്തിൻ്റെ പാസേജ് എടുത്തതിനെ വ്യാഖ്യാനിക്കുന്നതായിട്ട് കാണുന്നില്ല. ശരിക്കും തിരുവചനം വ്യാഖ്യാനിച്ചാൽ എൻ്റെ ചോദ്യം എത്ര പേരവിടെ ഇരിക്കും? അപ്പോൾ തിരുവചന വ്യാഖ്യാനമാണ്. തിരുവചനം എടുക്കുകയും ആ തിരുവചനത്തിന് കൊടുക്കേണ്ട സ്ഥാനം എസ്രാ ശാസ്ത്രി കൊടുത്തു. എല്ലാ ജനത്തിൻ്റെ മീതെ എല്ലാവരുടെ മുമ്പിൽ തുറക്കുകയാണ്. ഇതിലൊരു സീക്രട്ട് പരിപാടിയൊന്നുമില്ല, ഇതിലൊരു അജണ്ടയില്ല, ഇതിലൊരു ഹിപ്പോക്രസി ഇല്ല. എല്ലാവരുടെ മുമ്പിൽ തിരുവചനം തുറക്കുക, എല്ലാവരുടെ മീതെ എസ്രാ പുരോഹിതൻ നിൽക്കുക. അങ്ങനെ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? അതിൻ്റെ 8-ാമത്തെ വാക്യം, 8-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യം, വചനം തുറക്കുക മാത്രമല്ല ചെയ്തത്. എൻ്റെ 8-ാമത്തെ വാക്യം, ദേ റീഡ് ഫ്രം ദ ബുക്ക് ഫ്രം ദ ലോ ഓഫ് ഗോഡ്, ട്രാൻസ്ലേറ്റിംഗ് ടു ഗിവ് ദ സെൻസ് സോ ദാറ്റ് ദേ അണ്ടർസ്റ്റുഡ് ദ റീഡിങ്. മലയാളത്തിൽ വായിക്കാം. 8-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ച് കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇതാണ് വ്യാഖ്യാനം. അല്ലാതെ ഞാനിങ്ങനെ നടന്നപ്പം സ്ഥലം കുലുങ്ങി, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഭൂകമ്പം ഉണ്ടായി, ഞാൻ ഒരാളെ തൊട്ടപ്പം മറിഞ്ഞടിച്ച് താഴെ വീണു, ഇതൊന്നും വ്യാഖ്യാനമല്ല പ്രിയരെ. ഇതിലൊന്നും നമ്മൾ ഈ ചതിയിലൊന്നും വീണു പോകരുത്. അല്ല, ഞാനിങ്ങനെ ഒരാളെ കെട്ടിപ്പിടിച്ചപ്പോൾ അവനെന്തോ തോന്നി, ഇതെല്ലാം കണ്ടിട്ട് എന്തോ വലിയ സംഭവമാണെന്ന് തോന്നുന്ന ഇമ്മച്യൂർഡായിരിക്കുന്ന ക്രിസ്ത്യൻസ്, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഒരു വിധത്തിൽ ഇത് ദൈവത്തിൻ്റെ ന്യായവിധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദൈവത്തിൻ്റെ ഉണർവിനേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ ഒരു ന്യായവിധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റോമാലേഖനത്തിലൊരു വാക്യമുണ്ട്, ദൈവം അവരുടെ ഇഷ്ടത്തിന് വേണ്ടി അവരെ അബാൻഡൻഡ് ദം, ഗേവ് ദം ഓവർ. എൻ്റെ ഹൃദയത്തിൽ ഇതൊക്കെ അല്ലേ ആഗ്രഹിച്ചത്, ഓക്കെ നീ ചെയ്തു. അപ്പോൾ ഇത് വ്യാഖ്യാനിച്ചു കൊടുത്തു. എസ്രാ തിരുവചനത്തെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ തുറന്ന് അത് എല്ലാ വ്യക്തികൾക്കും മീതെ ആ പ്ലേസ്, ആ പൊസിഷൻ, ആ സ്ഥാനം കൊടുക്കുക. ദൈവവചനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം. അല്ലാതെ 24 മണിക്കൂർ പാട്ട് പാടുക, പിന്നെ ഇവിടുത്തെയൊക്കെ അനുഭവങ്ങൾ പറയുക, അതല്ല ഉണർവ്. തിരുവചനത്തിന് കൊടുക്കേണ്ട പ്ലേസ്, വേർ ഇസ് ഇറ്റ്? അപ്പോൾ അത് കൊടുക്കുകയും 8-ാം വാക്യത്തിൽ പറയുന്നത് അത് ഇങ്ങനെ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ച് കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്ന, വായിച്ചതിൻ്റെ അർത്ഥം ഇതാണ്, എക്സാക്റ്റ് അർത്ഥം ഇതാണ് എന്ന് പറയുന്ന എത്ര പേരുണ്ട് അവിടെ? വായിച്ചത് ഇതാണ് ദൈവത്തിൻ്റെ ഹിതം എന്ന് ഞാൻ ഇതുവരെ ഈ ദിവസങ്ങളിലുള്ള 3 ദിവസം ഞാൻ കണ്ടു. ഈ 3 ദിവസത്തിൽ ഞാൻ കാണുന്നില്ല അങ്ങനെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്ന. അതാണ് അഭിഷേകം പ്രിയരെ. ദൈവത്തിൻ്റെ അഭിഷേകം നമ്മളിൽ വന്നെന്ന് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? തിരുവചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം, ദൈവം ഉദ്ദേശിച്ചതും എഴുത്തുകാരൻ ഉദ്ദേശിച്ച അർത്ഥം
ഇതാണ് എന്ന് തെളിവായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതാണ് അഭിഷേകം. അല്ലാതെ കെട്ടിപ്പിടിച്ചത് കൊണ്ടോ വീണത് കൊണ്ടോ പിന്നെ ആത്മവിവശനായി മയങ്ങിപ്പോയത് കൊണ്ടോ പിന്നെ നമ്മളെ വലിയൊരു സംഭവമാക്കാൻ പോവുക, നമ്മളിപ്പോൾ ഇന്ത്യ എല്ലാം കൂടി ഇങ്ങനെ പിടിച്ചടക്കാൻ പോവുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പാവപ്പെട്ടവരെയൊക്കെ നമുക്ക് കളിപ്പിക്കാം. ദൈവത്തെ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ വചനം ന്യായപ്രമാണം കൊണ്ടുവന്നു. അതിനുവേണ്ടി ഒരു പ്രസംഗ പീഠം അവർ പണിതു. അവർ ആ പർപ്പസ് നോക്കിക്കുക, വ്യക്തിയുടെ ആ ശാസ്ത്രിയുടെ ആ മനസ്സ്, ആ ഹൃദയം ഒന്ന് നോക്കിക്കുക, തിരുവചനത്തോടുള്ള ബന്ധത്തിൽ. അങ്ങനെ കൊണ്ടുവന്നു. വചനം തുറന്നു. എല്ലാവരുടെ മുമ്പിൽ വചനത്തെ എല്ലാവരും മീതെ വെച്ചു. കൊടുക്കേണ്ട സ്ഥാനം, കൊടുക്കേണ്ട ബഹുമാനം, അല്ലാതെ ഷോക്കേസിൻ്റെ മേളിൽ വെക്കുന്ന കാര്യമല്ല. എല്ലാ ശബ്ദത്തിൻ്റെ, അതായത് മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്നതോ അവരുടെ ആവശ്യങ്ങളെ നോക്കി പ്രസംഗിക്കുന്നതോ അതൊന്നുമല്ല. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന എക്സാക്ട്ലി അത് തന്നെ വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഉയരത്തിലേക്ക്, ആ പൊസിഷൻ, ആ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു സ്വാധീനമില്ല. ഒരു മനുഷ്യൻ സ്വാധീനിച്ചിട്ട് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. തിരുവചനത്തിൽ എന്ത് ഉദ്ദേശിക്കുന്നു അത് തന്നെ പ്രസ്താവിച്ചു. അത് പ്രസ്താവിക്കുക മാത്രമല്ല, 8-ാം വാക്യത്തിൽ അത് തെളിവായി വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്തു. ഓക്കെ, ഇങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? 9, 10, 12 3 വാക്യം. 9-ാമത്തെ വാക്യം. Then Nehemiah, who was the governor, and Ezra the priest and the scribe, and the Levites who taught the people, said to all the people, വ്യക്തികളെ പഠിപ്പിച്ചെന്ന, they taught them, they taught the people, this day is holy to the Lord your God, do not mourn or weep. കരയരുത്. For all the people were weeping when they heard the words of the law. അപ്പോൾ തിരുവചനം വ്യാഖ്യാനിച്ച് കൊടുത്താൽ ഒരു ദുഃഖം ഹൃദയത്തിലുണ്ടാകും. ഒരു ദുഃഖം ഹൃദയത്തിലുണ്ടാകും. ജനമെല്ലാം ന്യായപ്രമാണം വായിക്കുന്നത് കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്നു. എല്ലാ കരച്ചിലും ദൈവഹിതപ്രകാരമുള്ള കരച്ചിലല്ല. ഇവർ കരയാനുള്ള കാരണം തിരുവചനം ശാസ്ത്രി തുറന്നിട്ട് അതിനെ തെളിവായി വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവർ പാപികളാണെന്നുള്ള ബോധ്യം അവർക്ക് മനസ്സിലായി. അവരുടെ പാപം വളരെ ക്ലിയറായി, തെളിവായി അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് കരഞ്ഞത്. ഈ നെഹമ്യാവ് ഈ ദൗത്യം എടുക്കുന്നതിന് മുമ്പ് നെഹമ്യാവിൻ്റെ പ്രാർത്ഥന നമ്മളൊന്ന് പഠിക്കുമ്പോൾ, നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയും തിരുവചനപ്രകാരമുള്ള പ്രാർത്ഥനയായിരുന്നു. അല്ലാതെ ഇങ്ങനെയുള്ള ന്യൂസ് കേട്ടപ്പോൾ ഉടനെ ചാടിക്കേറി പോവുകയല്ലായിരുന്നു നെഹമ്യാവ് ചെയ്തത്. നെഹമ്യാവ് വളരെ വളരെ സൂക്ഷ്മമായി താൻ ഉപവസിക്കുകയും ഉപവസിച്ചതിന് ശേഷം അതിൻ്റെ 4-ാമത്തെ വാക്യം, ഐ വിൽ റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. Nehemiah chapter 1 verses 4 onwards. When I heard these words, I sat down and wept and mourned for days, and I was fasting and praying before the God of heaven. താൻ വളരെ വേദനയോടെ ദുഃഖിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ചു. എന്നിട്ട് 5-ാമത്തെ വാക്യം, I beseech you, O Lord God of heaven, the great and awesome God, who preserves the covenant and loving kindness for those who love him and keep his commandments. Let your ear now be attentive and your eyes open to hear the prayer of your servant, which I am praying before you now, day and night, on behalf of the sons of Israel, your servant, confessing the sins of the sons of Israel which we have sinned against you. I and my father's house have sinned. പാപത്തെ കൺഫസ് ചെയ്തിട്ട് എന്നിട്ട് 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, വി ഹാവ് ആക്റ്റഡ് വെരി കറപ്റ്റ്ലി അഗെയിൻസ്റ്റ് യു ആൻഡ് ഹാവ് നോട്ട് കെപ്റ്റ് ദി കമാൻഡ്മെൻറ്റ്സ്. എന്നിട്ട് 8-ാമത്തെ വാക്യം നോക്കിക്കും, റിമെമ്പർ ദ വേർഡ് വിച്ച് യു ഹാവ് കമാൻഡഡ് യുവർ സെർവൻറ്റ് മോസസ്. അപ്പം മോശയോട് പറഞ്ഞ വാക്കിനെ നീ ഓർക്കണമേ. എന്താ പറഞ്ഞത്?
9-ാമത്തെ വാക്യം, ബട്ട് ഇഫ് യു റിട്ടേൺ ടു മീ ആൻഡ് കീപ് മൈ കമാൻഡ്മെൻറ്റ്സ് ആൻഡ് ഡൂ ദം, ദോ those of you who have been scattered were in the most remote part of the heavens, I will gather them from there and bring them to the place where I have chosen to cause my name to dwell. പുസ്തകം വായിക്കുന്ന വ്യക്തിയായിരുന്നു നെഹമ്യാവിനറിയാം എന്തുകൊണ്ടാണ് ഞങ്ങൾ പ്രവാസത്തിലേക്ക് പോയത്. കാരണം ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചില്ല എങ്കിൽ ദൈവം തന്നെ ചിതറിച്ച് കളയുമെന്ന് പറഞ്ഞ കാര്യം നെഹമ്യാവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് നെഹമ്യാവ് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു മടങ്ങി വരുന്നു. അവിടുത്തെ വചനം പോലെ അങ്ങ് മോശയോട് പറഞ്ഞതുപോലെ മടങ്ങി വന്നാൽ അങ്ങ് ഞങ്ങളെ മടക്കി കൊണ്ടുവരും എന്ന് പറഞ്ഞതുപോലെ ചെയ്യണമേ. പ്രാർത്ഥന പോലും തിരുവചനപ്രകാരമല്ലേ? ഉണർവ് നടന്നത് തിരുവചനപ്രകാരമല്ലേ? ദൈവം പറഞ്ഞ കാര്യത്തെ ദൈവം മാറ്റുന്നില്ല. ദൈവം പറയുന്ന കാര്യത്തെ ഉദ്ധരിച്ച്, കർത്താവെ അങ്ങ് പറയുന്ന വചനത്തെ ഞങ്ങൾ അനുസരിക്കാം, അവിടുന്ന് അവിടുത്തെ പ്രവൃത്തി ചെയ്യണം. അപ്പോൾ ഈ ഉണർവിനെ ഇനിഷ്യേറ്റ് ചെയ്തത് ദൈവമാണ്. നെഹമ്യാവ് പ്രാർത്ഥിച്ചത് ദൈവവചനപ്രകാരമാണ്. സ്തോത്രം. ഈ 2 ദൈവദാസന്മാർ വചനത്തിന് കൊടുത്ത ആ പ്രാധാന്യം ഒന്ന് നോക്കിക്കേ, നെഹമ്യാവും എസ്രയും. അപ്പോൾ ഈ വചനമെല്ലാം കേട്ട ഈ വ്യക്തികൾക്ക് വളരെ അവർ കരഞ്ഞു, അവർ ദുഃഖിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലും ഗ്രീവ്ഡ്, ദുഃഖം അവർക്ക് വന്നു. എന്നിട്ട് ഈ സൗരന്മാർ ചെന്ന് ആശ്വസിപ്പിക്കുക, അവരെ ആശ്വസിപ്പിച്ചിട്ട് പറയുക, ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് യുവർ സ്ട്രെങ്ത്. ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് യുവർ സ്ട്രെങ്ത്. ആർക്കാണ് ജോയ്? ആർക്കാണ് ജോയ്? സ്തോത്രം. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവെങ്കിലേക്ക് സന്തോഷം നിങ്ങളുടെ ബലവും ആകുന്നു. യഹോവയുടെ സന്തോഷം നിങ്ങളുടെ ബലം. യഹോവയുടെ സന്തോഷം എപ്പോഴാണ് നമുക്ക് ബലമായി തീരുന്നത്? നാം തിരുവചനപ്രകാരം, തിരുവചനത്തിൽ കൂടെ ദൈവത്തെ അറിഞ്ഞ് നമ്മുടെ പാപങ്ങളെ ബോധ്യപ്പെട്ട് കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ സന്തോഷം നമ്മുടെ ഉള്ളിൽ വരുന്നത്. അല്ലാതെ ഒരു പാട്ട് കേട്ട് തുള്ളിയത് കൊണ്ടോ എന്തോ ഒരു ബഹളം വെച്ചത് കൊണ്ടോ അങ്ങനെ ഒരു ഔട്ടർ വെളിയിൽ നിന്ന് കാണുന്ന ഒരു സന്തോഷമല്ല പ്രിയരെ. അതാണ് കൂടുതലും നമുക്ക് ഈ റിവൈവൽ കാണാൻ കഴിയുന്നത്. ഒരു ഔട്ട്വേർഡ് സന്തോഷം, ചിരിയും ഭയങ്കര, ഒരാൾ വെളിയിൽ നിന്ന് കണ്ടാൽ പറയും ഭയങ്കര സന്തോഷമാണല്ലോ. പക്ഷെ തിരുവചനത്തിൻ്റെ ദൃഷ്ടിയിൽ അത് നോക്കുമ്പോൾ ദൈവം കൊണ്ടുവന്ന സന്തോഷമാണോ ഇത്? ദൈവം കൊണ്ടുവന്ന സന്തോഷമാണെങ്കിൽ പാപബോധമുള്ളിലുണ്ടാകും, പാപത്തെക്കുറിച്ചുള്ള കൺവിക്ഷൻ ഉള്ളിലുണ്ടാകും. അങ്ങനെ വന്ന വ്യക്തിക്ക് ദൈവത്തിൻ്റെ സമാധാനം ഉള്ളിലുണ്ടാകും. ഓക്കെ, അപ്പം അവർ ദുഃഖിച്ചു. 9-10 നമുക്ക് ആ ദുഃഖം കാണാം. 12-ാമത്തെ വാക്യത്തിൽ തങ്ങളോട് പറഞ്ഞ എന്തുകൊണ്ടാണ് ഈ ദുഃഖം വന്നേ? ഇമോഷണലായിട്ട് കരയിപ്പിക്കുകയല്ലായിരുന്നു കേട്ടോ. ഈ റിവൈവലിൽ ഞാൻ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചതിൽ ആൾക്കാരെ വളരെ ഇമോഷണലായിട്ട് കൊണ്ടുവരുന്നതായിട്ട് കാണാൻ കഴിയും. ഇമോഷണലായിട്ട് കൊണ്ടുവന്നിട്ട് ആൾക്കാരെ വളരെ കരയിപ്പിക്കുന്ന ഒരനുഭവം പല സ്ഥലങ്ങളിൽ ഞാൻ കാണുവാനിടയായിട്ടുണ്ട്. പലയിടങ്ങളിൽ അങ്ങനെ ചെയ്യുന്നതായിട്ട് മനഃപൂർവ്വമായി. അങ്ങനെ അത് സെൽഫ് മോട്ടിവേറ്റഡായിട്ട് സ്വയകേന്ദ്രിതമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് കരച്ചിൽ കൊണ്ടുവരുന്നത്. അല്ലാതെ ദൈവം പരിശുദ്ധനാണ്, ആ പരിശുദ്ധ ദൈവത്തിൻ്റെ മുൻപാകെ ഞാൻ നീതിമാനല്ല, ഞാൻ പാപിയാണെന്നുള്ള ഒരു പാപബോധം കൊണ്ടാണോ? അല്ലെന്നാണ് എൻ്റെ ചിന്ത. കാരണം അങ്ങനെ ആകണമെങ്കിൽ ആദ്യം വചനം അവിടെ വ്യാഖ്യാനിക്കപ്പെടണം. വചനം വ്യാഖ്യാനിച്ചെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാകത്തുള്ളൂ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ജനത്തിൻ്റെ ഉള്ളിൽ ദുഃഖം വന്നു. ദുഃഖം വരാനുള്ള കാരണം എൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായതുകൊണ്ട്. തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായി, അവർക്കത് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ ഹൃദയത്തിൽ വന്ന ഒരു ഭാരം. ആ ഭാരം വരിക മാത്രമല്ല, ദൈവത്തിൻ്റെ സന്തോഷം അവർ പ്രാപിക്കാനിടയായി.
യഥാർത്ഥ ഉണർവിൽ അതാ പ്രിയരെ നടക്കേണ്ടത്. യഥാർത്ഥ ഉണർവിൽ നമ്മുടെ ഹൃദയത്തിൽ ആ ദൈവത്തെക്കുറിച്ചുള്ള തിരുവചനപ്രകാരമുള്ള വെളിപ്പാട് ലഭിക്കണം. അല്ലാതെ അവരിവരും പറയുന്ന അഭിപ്രായങ്ങളല്ല, എക്സ്പീരിയൻസസ് അല്ല, മാനിഫെസ്റ്റേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. എന്നാൽ ഇവിടെ തിരുവചനം തുറന്നു ഉണർത്തുന്നതാരാണ്? ദൈവം. എന്തിനാണ് ഉണർത്തുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം തരാൻ വേണ്ടിയാണ്. ആ ഉണർത്തുന്ന ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം തിരുവചനത്തിൽ കൂടെ തരുന്നില്ല എങ്കിൽ എൻ്റെ ചോദ്യം, ഉണർത്തിയ ദൈവമാണോ? ഉണർത്തുന്ന ദൈവമാണെങ്കിൽ തിരുവചനത്തിൽ കൂടെ നമുക്ക് താൻ ആരാണെന്നും താൻ എന്തിനാണ് നമ്മളെ ഉണർത്തിയതെന്നുള്ള പർപ്പസസ് തിരുവചനത്തിൽ കൂടെ കാണിക്കും. അങ്ങനെയുള്ള യഥാർത്ഥമായ ഉണർവുകളെ കർത്താവ് ഇന്ത്യയിൽ അയക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കർത്താവ് അങ്ങനെ ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.